പാഠം 422 പ്രതികാരത്തിന്റെ രീതികൾ. ഹലോ. അതെ സാർ, മോഹനകൃഷ്ണനാണ്. റിപ്പോർട്ടൊക്കെ മുഴുവനാക്കിയിട്ടുണ്ട്. എന്റെ 4 ദിവസത്തെ കഷ്ടപ്പാടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി കൊണ്ട് തീർത്തു. അതുപോലെ സാറിന് അറിയില്ലേ, മോഹനകൃഷ്ണൻ ഒരു കാര്യം ഏൽപ്പിച്ചതാണെന്ന്. സാർ, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് വരാം. വളരെ സന്തോഷം സാർ. ഞാനിവിടെ അടുക്കളയില്ല മോഹനേട്ടാ, എന്താ കാര്യം? ഭാമേ, എന്നെ ആരാണ് ഇപ്പൊ വിളിച്ചത് അറിയാമോ? ഞാൻ എങ്ങനെ അറിയാനാ മോനട്ടാ? തഹസിൽദാർ. പറയുന്ന ഗൗരവം കണ്ടപ്പോ ഞാൻ കരുതി റവന്യൂ മന്ത്രിയാണെന്ന്. തഹസിൽദാരെ 3 ദിവസത്തിലേക്ക് വിളിക്കണമെന്നല്ലേ? അതിനകത്ത് എത്ര പുതുമ? എന്താ പുതുമയുണ്ട്? ഈ വില്ലേജിലെ മുഴുവൻ പുറമ്പോക്ക് ഭൂമിയുടെയും വിശദമായ കണക്കെടുക്കാൻ കളക്ടർ തഹസിൽദാരോട് പറഞ്ഞു. കൊടുത്തത് 5 ദിവസത്തെ സമയം. ആര് വിചാരിച്ചാലും 5 ദിവസം കൊണ്ട് അത് തീരില്ല. തഹസിൽദാർ വിളിച്ച് എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യും മോഹനകൃഷ്ണ എന്ന്. ഞാൻ പറഞ്ഞു, സാറിനൊരു ആവശ്യം വരുമ്പോ ഞാൻ സഹായിക്കാതിരിക്കോ? 5 ദിവസം കൊണ്ട് സംഗതി തീർത്തു തരാം എന്ന്. നാളെയാണ് 5-ാം ദിവസം. റിപ്പോർട്ട് എന്തായെന്ന് അറിയാനാണ് തഹസിൽദാർ വിളിച്ചത്. ഞാൻ ആ റിപ്പോർട്ട് ഇന്നലെ രാത്രിയെ തയ്യാറായി കഴിഞ്ഞു. റിപ്പോർട്ട് റെഡിയാണെന്ന് ഞാൻ പറഞ്ഞപ്പോ തഹസിൽദാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് ഇത്രയും നാളായിട്ടും തഹസിൽദാർക്ക് മോഹനേട്ടനെ മനസ്സിലായില്ല എന്ന്. മേലുദ്യോഗസ്ഥനോട് ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സമയത്ത് തീർക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ പോലും മറക്കുന്ന ആളാണ് ഈ വില്ലേജ് ഓഫീസർ എന്ന് തഹസിൽദാർക്ക് അറിഞ്ഞൂടാ. നീ ഇത് കളിയാക്കി പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. പക്ഷേ മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ യോഗ്യത. ഇവിടെയാണോ പാത്രം കൊണ്ടുവയ്ക്കുന്നത്? ഇവിടെ ഇരുന്ന പാത്രം താനെ എടുത്ത് ചാടിയതാണോ? ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിയ പാത്രം ഇത്. എന്ത് ദ്രോഹം മോഹനേട്ടൻ ചെയ്തത്? ദ്രോഹോ? അതുകൊള്ളാം. ഇനിയുള്ള സ്ഥലത്ത് പാത്രം വെച്ചിട്ടല്ലേ എങ്ങനെ സംഭവിച്ചത്? നല്ല കാര്യമായി പോയി. പറ്റില്ലല്ലോ. ഇപ്പൊ മോഹനേട്ടൻ ചെയ്തെന്ന് പറഞ്ഞതൊക്കെ അഹങ്കാരം. മോഹനേട്ടന്റെ ശ്രദ്ധ കുറവുകൊണ്ട് ഒരു പാത്രം താഴെ വീണ് പൊട്ടി. എന്നിട്ട് അതിന്റെ പേരിൽ ഒരു ക്ഷമ പറയാൻ പോലും നിൽക്കാതെ എന്നെ കുറ്റപ്പെടുത്തുന്ന സാറിന് പോന്നു. എന്ത് ഈ ക്ഷമ പറഞ്ഞതുപോലെ എന്നെ കളിയാക്കിയതാ? മോഹനേട്ടാ, ഇതിന് പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. എന്ത് പരിഹാരം? നീ ഒരു സാധനം അത് വെക്കാൻ പാടില്ലാത്തടത്ത് വെച്ചു. അത് അവിടെ ഇരിക്കുന്ന കാര്യം ഞാൻ ഓർക്കാതെ എന്റെ കയ്യിൽ നിന്ന് പൊട്ടി. അത് താഴെ പൊട്ടിപ്പോയി. അതിനിപ്പോ എന്ത് പരിഹാരം ഉണ്ടാക്കാനാ? പൊട്ടിപ്പോയ സാധനം കൂട്ടി ഒട്ടിപ്പിക്കാൻ എനിക്ക് അറിയില്ല. വേണ്ട, പുതിയതൊരെണ്ണം വാങ്ങിയാ മതി. എന്തിന്? ആ സാധനത്തിന്റെ ആവശ്യം ഈ വീട്ടിൽ ഇല്ല. വീട്ടിൽ ആവശ്യമില്ലാത്തൊരു സാധനത്തിന് വേണ്ടി കാശ് മുടക്കാൻ മോഹനകൃഷ്ണൻ തയ്യാറല്ല. അയ്യടാ, ആവശ്യം ഉണ്ടെന്ന് ഇല്ലെന്ന് തീരുമാനിക്കുന്ന മോഹനേട്ടൻ അല്ലല്ലോ. മോഹനേട്ടാ, വീട്ടിലേക്ക് ആവശ്യമുള്ളൊരു സാധനം വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അത് വാങ്ങില്ല. അന്നേരം വില്ലേജ് ഓഫീസറുടെ ഒടുക്കത്തെ പിശുക്കങ്ങ് തെളിഞ്ഞു വരുമല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്ന കാശ് കൊണ്ട് ഒരു സാധനം മോഹനേട്ടൻ അറിയാതെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് മോഹനേട്ടൻ എടുത്ത് നശിപ്പിക്കുകയും ചെയ്യും. ഇത് എവിടുത്തെ ന്യായമാണ്? ഞാൻ ഇത് തന്നെ പറഞ്ഞല്ലോ. എന്താ? മോഹനേട്ടൻ അറിയാതെ വാങ്ങിയ ഒരു സാധനം. എടീ, ഒരു വീട്ടിലേക്ക് ഭാര്യ ഒരു സാധനം വാങ്ങുമ്പോ ഭർത്താവ് അറിഞ്ഞിരിക്കണം. വീട് എന്ന് പറയുന്നത് ആഫീസോ കോടതിയോ റോഡോ ഒന്നും അല്ല. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭാര്യയും ഭർത്താവും വളരെയധികം ആലോചിച്ച് വേണം ചെയ്യാൻ. എന്നെ ഒളിച്ച് നീ അത് ചെയ്തതിന് ദൈവം എന്ന ശിക്ഷയാണ് ഞാൻ കണ്ടത്. അത് സഹിക്കല്ലാതെ വേറെ വഴി. ഉത്തമനെ കണ്ടിട്ട് എനിക്കൊരു ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാൽ മതി. പറഞ്ഞല്ലോ. എന്ത്? പൊട്ടിയത് പൊട്ടി. ഇനിയിപ്പോ അതുപോലൊരു പാത്രത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല.
സാറേ ദാ, ദാ വരുന്നു. നമസ്കാരം സാർ. ആ ബഷീറിന്റെ സ്ഥലം അളക്കാൻ വൈകിട്ട് ചെല്ലാന്ന് പറഞ്ഞിരുന്നു. അതെന്തായാലും സാറിനോടൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. ഉത്തമം നന്നായി. ഇന്ന് വൈകുന്നേരം എനിക്ക് സമയം കൊണ്ട് സംശയ. ബഷീറിനോട് നാളെ രാവിലെ വരാൻ പറഞ്ഞാൽ മതി. വൈകിട്ട് എന്താ സാർ പരിപാടി? വില്ലേജിലെ മുഴുവൻ പുറമ്പോക്കും അളന്ന് തിട്ടപ്പെടുത്തി റിപ്പോർട്ട് കൊടുക്കാൻ തഹസിൽ പറഞ്ഞിരിക്കുക. ശരിക്കും ഒരു 8-10 ദിവസം എടുക്കുന്ന ജോലിയാ. പക്ഷേ സംഭവം വളരെ അത്യാവശ്യമാണെന്ന് കളക്ടർ തഹസിൽദാരോട് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും മോഹനകൃഷ്ണ എന്ന് തഹസിൽദാർ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 5 ദിവസം കൊണ്ട് ഞാൻ തീർത്തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ദിവസം 4 ജോലി തീർത്തോളാം ഞാൻ. എന്റെ പൊന്നെ, അക്കാര്യത്തിലൊക്കെ മോനേട് സാറിന് സമ്മതിക്കണം. സാറ് വിചാരിച്ചാൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കൂ. ഇന്ന് ഉച്ച കഴിഞ്ഞ് റിപ്പോർട്ടുമായി താലൂക്ക് ഓഫീസിലെത്താം എന്നാണ് ഞാൻ പറഞ്ഞത്. റിപ്പോർട്ടിന്റെ പുറത്ത് വേറെ എന്തെങ്കിലും ചർച്ച വന്നാൽ ഞാൻ കുറച്ച് വൈകും. അതാണ് ബഷീറിന്റെ ഭൂമി നാളെ അളക്കാമെന്ന് പറഞ്ഞത്. ആയിക്കോട്ടെ സാറേ. സാറിന് തഹസീൽദാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോ ഞാനായിട്ട് മുടക്കുന്നത് ശരിയല്ലല്ലോ. സ്ഥലം നാളെ അളന്നാ മതി. പക്ഷേ ഞാൻ തഹസിൽദാരുടെ മുന്നിൽ കേമനാകുന്നത് ഭാമയ്ക്ക് സഹിക്കുന്നില്ല. ഞാൻ അക്കാര്യം പറഞ്ഞപ്പോ ചെറിയൊരു പാത്രം പൊട്ടിന്റെ പേരിൽ വഴക്കിൽ വരികയാണ് അവള്. ചെറിയ പാത്രമാണോ വലിയ പാത്രമാണോ എന്നതല്ല പ്രശ്നം. ഉത്തമ, കഴിഞ്ഞ ആഴ്ച വിദ്യാലക്ഷ്മിയുടെ കടയിൽ പോയപ്പോ ഒരു നല്ല ഭംഗിയുള്ള പാത്രം കണ്ടു. ഞാനത് വാങ്ങി. ഇതുവരെ അതൊന്നും ഉപയോഗിക്കാൻ കൂടെ പറ്റിയിട്ടില്ല. അപ്പോഴേക്ക് മോഹനൻ അതെടുത്ത് പൊട്ടിച്ചു. അയ്യോ, അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. ഓരോരോ സാധനങ്ങൾ വെക്കേണ്ട സ്ഥലത്ത് വെച്ചില്ലെങ്കിൽ ചിലപ്പോ പൊട്ടിയെന്നിരിക്കും. നിന്റെ ശ്രദ്ധ കുറവിന് ഞാനെന്ത് വിളിച്ചു? ഇതാണ് സ്വഭാവം. എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്ന ഒരു പാത്രം പൊട്ടിച്ചതും പോരാ, എന്നിട്ടിപ്പോ കുറ്റപ്പെടും എനിക്കും. ഒരബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയാനുള്ള മര്യാദ പോലും ഈ വില്ലേജർക്ക്. അതങ്ങ് പോട്ട് വക്കീലേ. ഈ മോനേട് സാറിന്റെ രീതി ഇങ്ങനെയൊക്കെ ആണല്ലോ. ആ രീതി മാറ്റാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എന്ത് ചെയ്താലും പോട്ടെ പോട്ടെന്നോർത്ത് ഞാൻ ക്ഷമിക്കുന്നതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. മോഹനയുടെ ചെയ്യുന്ന പോലെ ഞാൻ തിരിച്ചു ചെയ്യുമ്പോ വില്ലേജ് ഓഫീസർ പഠിക്കും. ഇവിടെയാണല്ലേ ഞാൻ വെച്ചിരുന്നത്. ഹാമേ, ഹാമേ. ഹാമേ. എന്താണ്? എനിക്ക് അടുക്കള 100 കൂട്ടം പണി കിടക്കുക. ഈ ഭാമയെ ഭാമയെന്ന് വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് ഒരു പണി നടക്കില്ല. ഇവിടെ റിപ്പോർട്ട് എവിടെ? എന്താ? തഹസിൽദാർക്ക് കൊടുക്കാൻ ഞാൻ എഴുതി വെച്ചിരുന്ന റിപ്പോർട്ട് എവിടെയെന്ന് ഞാൻ കണ്ടില്ലല്ലോ. കാണാതിന് ഇന്നലെ രാത്രി 12-15 വരെ ഞാൻ ഇവിടെ ഇരുന്ന് എഴുതി തീർത്താത്. അത് കഴിഞ്ഞ് ഇവിടെ തന്നെ വെച്ചിരുന്നു. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴും അതിവിടെ കണ്ടതാ. അതാണോ? ഒരു 10-12 കടലാസുകൾ ഉണ്ടായിരുന്നു. അല്ല, നീ അത് കണ്ടു എനിക്ക് മനസ്സിലായി. അത് നീ എടുത്ത് എവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ഞാൻ കാണുമ്പോ അത് ഈ മേശപ്പുറത്തല്ലായിരുന്നു. ഇവിടെ ഈ തറയിൽ വീണ് കിടക്കായിരുന്നു. ആവശ്യമില്ലാത്ത കടലാസാണെന്ന് കരുതി ഞാനതെല്ലാം എടുത്തുകൊണ്ടുപോയി കത്തിച്ചു. കത്തിച്ചോ? പിന്നെ തറയെ കുറെ കടലാസുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് കത്തിക്കല്ല. പിന്നെ എന്താ ചെയ്യാ? അവള് കാര്യമായിട്ട് പറഞ്ഞാണ്. എന്റെ റിപ്പോർട്ട് എവിടെ? റിപ്പോർട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു. തറയെ കുറെ കടലാസ് കിടക്കുന്നുണ്ടോ, അതെടുത്ത് ഞാൻ കത്തിച്ചു. അതിപ്പോ പുറത്ത് കിടന്ന് കത്തുന്നുണ്ടാവും. ഇപ്പൊ തീർന്നിട്ടുണ്ടാവും. കളിക്കല്ലേ? അത് തഹസിൽദാർക്ക് ഇന്ന് കൊടുക്കാൻ ഞാൻ പറഞ്ഞാണ്.
അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാണ്? അത്രയും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ആയിരുന്നെങ്കിലേ അതങ്ങ് സൂക്ഷിച്ചു വെക്കണമായിരുന്നു. അല്ല പിന്നെ ഇവിടെ പറയുന്നത് സത്യമാണോ? അയ്യോ, എന്റെ റിപ്പോർട്ട് സത്യമാണ്. അയ്യോ, മുഴുവൻ കത്തി തീർന്ന് എന്റെ 4 ദിവസം ഇന്ന് അവിടെ എത്തിക്കും. നീ എന്താ കുട്ടികളെ കളിക്കണോ? ഒരു വളരെ പ്രധാനപ്പെട്ട സർക്കാർ രേഖ തീയിലിട്ട് കത്തിക്കാന്ന് പറഞ്ഞാല് അതൊന്നിട്ട് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാ? മോഹനേട്ടാ, ഞാൻ പറഞ്ഞു രാവിലെ വീട് തൂത്തുവാരിക്കൊണ്ടിരുന്നപ്പോ ആ കടലാസ് എല്ലാം താഴെ കിടക്കായിരുന്നു. ആവശ്യമുള്ള കടലാസുകൾ ആരെയും താഴെ ഇടുവോ? ഞാൻ വിചാരിച്ചതൊന്നും ആവശ്യമില്ലാത്തതാന്ന്. അതുകൊണ്ട് ഞാൻ എടുത്ത് കത്തിച്ചു. എന്റെ 4 ദിവസത്തെ അധ്വാനമാണത്. നിനക്ക് തോന്നുമ്പോൾ കത്തിക്കാനുള്ളത്. ആപ്പീസ് കാര്യങ്ങൾ ആപ്പീസിലിരുന്ന് ചെയ്യണം, അല്ലാതെ റോഡിലോ വീട്ടിലോ ഇരുന്നല്ല അത് ചെയ്യേണ്ടത്. വീട്ടിലുണ്ടാവേണ്ടത് വീടിന് ആവശ്യമായ സാധനങ്ങൾ മാത്രമാണ്. ഈ പറഞ്ഞ കടലാസുകൾ വീടിന് എന്തെങ്കിലും ആവശ്യമുള്ളതായിരുന്നു? അല്ല. എന്റെ ജോലി എനിക്ക് മനസ്സിലെടുത്ത് വരെ ചെയ്യും. ആ ജോലിക്ക് നീ ആരാ? അങ്ങനെ ഓരോരുത്തരും മനസ്സുള്ളതുപോലെ ചെയ്യാൻ പാടില്ല. വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഭാര്യയും ഭർത്താവും ആലോചിച്ചാണ് ചെയ്യേണ്ടതെന്ന് മോഹനേട്ടൻ കുറച്ചു മുന്നേ പറഞ്ഞതേ ഉള്ളൂ. അതിനിടയ്ക്ക് അഭിപ്രായം അങ്ങ് മാറിപ്പോയോ? ഇത് ഞാൻ വിട്ടുതരുന്ന പ്രശ്നമല്ല. ഇതിന് പരിഹാരം കണ്ടേ പറ്റും. എന്ത് പരിഹാരം മോനേട്ടാ? കുറെ കടലാസുകൾ അത് വെക്കാൻ പാടില്ലാത്തടത്ത് വെച്ചു. ഞാൻ എടുത്തുകൊണ്ട് പോയി കത്തിച്ചു. അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? കത്തിച്ച കടലാസുകൾ പഴയ പോലെ ആക്കാൻ എന്തായാലും ഞാൻ വിചാരിച്ച പറ്റില്ല. പിന്നെ ആ റിപ്പോർട്ട് ഒന്നും കൂടി എഴുതി ഉണ്ടാക്കുന്നതിനെ പറ്റിയാണെങ്കിൽ എനിക്ക് ഈ വില്ലേജ് കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഞാനൊരു പാവം വക്കീലാണേ. നീ ചെയ്തേരം നീ അനുഭവിക്കും. നോക്കിയോ, ഞാൻ ആ റിപ്പോർട്ടും കൊണ്ട് ചെല്ലുന്നത് നോക്കിയിരിക്കായിരിക്കും തഹസിൽദാര്. ഇനിയും 4 ദിവസം കൂടി വേണമെന്ന് പറഞ്ഞാ ഉറപ്പായിട്ടും തഹസിൽദാരനെ വഴക്ക് പറയും. അങ്ങനെ ഉണ്ടായാൽ മോഹനേഷൻ കാര്യമായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായാൽ വൈകുന്നേരം ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ അയക്കുന്ന ഡൈവേഴ്സ് നോട്ടീസ് ഇവിടെ എത്തും. അതെങ്ങനെ വക്കീൽ നേരിട്ട് കൊടുത്തരൂ? അത് കൊണ്ടുവരുമ്പോ കാണാം. അഹങ്കാരി. ഈശ്വര, ഇനി ഞാൻ എന്ത് ചെയ്യും? റിപ്പോർട്ട് എഴുതി തീർന്നെന്ന് തഹസിൽദാർ പറയുകയും ചെയ്തു. ഓക്കെ, വെച്ചിട്ടുണ്ട്. കൊത്തി കൊത്തി മുറത്ത് കയറി കൊത്തുന്നു. അഹങ്കാരി. മോഹനേട്ടൻ ഇറങ്ങാണോ? അല്ല, ഞാൻ തലകുത്തിരിക്കാൻ. കാപ്പി കുടിച്ചില്ലല്ലോ. നീ ഉണ്ടാക്കുന്ന കാപ്പി ഒന്നും എനിക്ക് വേണ്ട. ഞാൻ കൃഷ്ണ ജാഗ്രത കഴിച്ചോളാം. ഉച്ചയൂണും എടുത്തില്ലല്ലോ. അതും വേണ്ട. തഹസിൽദാർക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ട് കത്തിച്ച നീ എനിക്ക് തരാനുള്ള ചോറിൽ വിഷം കലക്കിയില്ലെന്ന് ആര് കണ്ടു? എന്തൊക്കെയാ മോനോട് ഈ പറയണേ? ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ. നീ മനഃപൂർവ്വം ചെയ്താണ്. നിന്റെ ആ പാത്രം ഞാൻ അറിയാതെ പൊട്ടിച്ചതിന്റെ പ്രതികാരമായി നീ മനഃപൂർവ്വം ചെയ്താണ്. അല്ല മോഹനേട്ടൻ, ബാക്കി വൈകുന്നേരം വന്നിട്ട്. ഇന്ന് മോഹനേഷ് സാറ് തഹസിൽദാറിന്റെ മുന്നിൽ ആളാവും. അന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇന്നാ തഹസിൽദാർക്ക് കൊടുക്കുന്നത്. എന്തായാലും മോഹനേഷ് സാറിനെ സമ്മതിക്കണം. ഇത്രയും ജോലി ഒറ്റയടിക്ക് തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമാണോ? എന്നോടെങ്ങാനുമാണ് തഹസിൽദാർ ഇത് പറഞ്ഞിരുന്നെങ്കിൽ നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞേനെ. അതുകൊണ്ടാണ് കാഞ്ചന സാർ ഇവിടെ ഇരിക്കുന്നത്, മോഹനേഷ് സാർ അകത്തിരിക്കുന്നത്. എന്റെ കാഞ്ചന സാറേ, ജോലിയിൽ മോഹനേഷ് സാറിനെ തോൽപ്പിക്കാൻ റവന്യൂ വകുപ്പിൽ തന്നെ ഇന്നാരുമില്ല. അതുകൊണ്ട് എന്താ ശിശുപാലൻ ചേട്ടാ കാര്യം? തഹസിൽദാർ ഒരു ദിവസം വിളിച്ച് ഇങ്ങനൊരു റിപ്പോർട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞ ഒരു 10 ദിവസത്തെ ജോലിയുണ്ട്. അത് 4 ദിവസം കൊണ്ട് തീർത്തു തരാമോ മോഹനേഷന എന്ന് ചോദിച്ചപ്പോ മോഹനേഷ് സാറ് ചാടിക്കയറി സമ്മതിക്കുന്നു. എന്നിട്ട് കഴിഞ്ഞ 4 ദിവസമായിട്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ജോലി ചെയ്യുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ടല്ലോ. തഹസിൽദാരുടെ മുന്നിൽ മോഹനേഷ് സാറ് കൂടുതൽ കേമനാവും. അതുകൊണ്ട് എന്താ ശിശുപാല ചേട്ടാ കാര്യം? താഞ്ചത്ത് മീൻ പിടിക്കുന്ന പരിപാടിയേ ഇത്. ഒരാഴ്ച കൊണ്ടേ റിപ്പോർട്ട് എഴുതാൻ പറ്റുള്ളൂ മോഹനേഷ് സാർ പറഞ്ഞാലും തഹസിൽദാർ സമ്മതിച്ചേനെ. ഗുണമില്ലാന്ന് മാത്രമല്ല ദോഷമുണ്ട് താനും. ഇനി ഇതുപോലൊരു ആവശ്യം വരുമ്പോ തഹസിൽദാർ വീണ്ടും മോഹനേഷ് സാറിനെ വിളിക്കും. ചിലപ്പോ ഇതിലും കഷ്ടപ്പാടുള്ള ജോലിയായിരിക്കും. പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ?
പറ്റില്ല എന്ന് മോഹനേഷ് സാറ് പറഞ്ഞു കഴിഞ്ഞാൽ തഹസിൽദാർ ചോദിക്കും, അപ്പൊ അന്ന് റിപ്പോർട്ട് ഉണ്ടാക്കിയതോ എന്ന്. ഒടുവിൽ വെളുക്കാൻ തേച്ചത് പാണ്ടാവുന്ന അവസ്ഥയാവും. എന്താണ് പ്രശ്നം? ചോദിച്ചിട്ടില്ല എന്താ ചർച്ച എന്ന്? അല്ല, അത് പ്രൊഫസർ പറയായിരുന്നു, സാറിങ്ങനെ കഷ്ടപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന്. ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഇത്രയും കഷ്ടപ്പെട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടും മോഹനേഷ് സാറിന് കിട്ടേണ്ട അംഗീകാരം കിട്ടുന്നില്ലല്ലോ എന്ന്. അല്ലേ കാഞ്ചന സാറേ? പ്രഭ പറഞ്ഞത് അങ്ങനെയല്ല. സാറ് കാണിക്കുന്നത് താൻ ചെത്ത് മീൻ പിടിക്കുന്ന പരിപാടിയാണെന്നാ പ്രഭ പറഞ്ഞത്. അല്ലേ ശിശുപാലൻ ചേട്ടാ? അല്ല, അത് അങ്ങനെയാണെങ്കിൽ കാഞ്ചന സാർ പറഞ്ഞില്ലേ വെളുക്കാൻ തേച്ചത് പാണ്ടാവുന്നു? അതോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. കാഞ്ചന സാർ അത് തന്നെയാ ഉദ്ദേശിച്ചത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അത് തന്നെ ഉദ്ദേശിച്ചത്. ശിശുപാലൻ ചേട്ടാ കേട്ടതല്ലേ? അല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ കേട്ടു. അത് എന്നെ പറഞ്ഞു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. കേട്ടതല്ലേ? വലിയ എപ്പിസോഡ് ചന്തയോ? മേലിൽ നിങ്ങളുടെയൊക്കെ ശബ്ദം ആവശ്യമില്ലെന്ന് ഇവിടെ കേട്ടാൽ മോഹനേഷ് ആരാണെന്ന് നിങ്ങൾ അറിയും. പെണ്ണുങ്ങളെന്ന വർഗത്തെ സൃഷ്ടിച്ച ദൈവത്തിന് പറഞ്ഞാൽ മതിയല്ലോ. മനുഷ്യന്റെ സകല സമാധാനവും കളയാനുണ്ടായ വർഗം. ശിശുപാല, ഒരു 12 മണി കഴിയുമ്പോൾ താലൂക്ക് ഓഫീസിൽ പോകണം. പുറമ്പോക്കൻ റിപ്പോർട്ട് ഇന്ന് തരാൻ പറ്റില്ല, അത് തീർന്നില്ല എന്ന് തഹസിൽദാരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ അത് ഇഷ്ടപ്പെടില്ല. അല്ല സാർ, റിപ്പോർട്ട് ഏത് റിപ്പോർട്ട്? ഞാനിത് റിപ്പോർട്ട് അവളുടെ കത്തിച്ച് കളഞ്ഞില്ലേ? അഹങ്കാരി. ആര്? എന്റെ വീട്ടിലുണ്ടല്ലോ ഇതുപോലെ ഒരെണ്ണം, അവിടെ തന്നെ. ഇനി അത് മുഴുവൻ ഒന്നും എഴുതി ഉണ്ടാക്കണം. അതുപോലൊരു ഭാര്യ ഉണ്ടായാൽ അതുകൊണ്ടാവും, അതിനപ്പുറം ഉണ്ടാവും. സാറേ, എന്ത് ശിശുപാലന് പറഞ്ഞ മനസ്സിലാവില്ലേ? ഇതല്ലേ ആ റിപ്പോർട്ട്? ഇത് കത്തിച്ചെന്ന് ആരാ പറഞ്ഞേ? ഇതെങ്ങനെ ഇവിടെ വന്നു? ഉത്തമം കൊണ്ടുവന്നതാ. സാറെടുക്കാൻ മറന്നെന്ന് പറഞ്ഞ് വക്കീല് കൊടുത്തു വിട്ടതാ. ഒരു 10 മിനിറ്റ് മുമ്പ് ഉത്തമം ഇവിടെ കൊണ്ട് തന്നിട്ട് പോയി. ഞങ്ങൾ ഈ റിപ്പോർട്ടിന്റെ കാര്യമോ പറഞ്ഞത്. എന്നാലും സാറിന് സമ്മതിക്കണം, ഈ റിപ്പോർട്ട് 4 ദിവസം കൊണ്ട് ശരിയാക്കിയല്ലോ. ഭാമേ, ചായ. എന്താ നീ ഇന്ന് നേരത്തെ ചായട്ടത്? ഒന്നുമില്ല, മോഹനേട്ടൻ എന്തായാലും 5:15 എത്തും. അപ്പോഴേക്കും ചായ എടുക്കാലോ. എന്തു പറ്റി? വില്ലേജ് ഓഫീസറുടെ മുഖത്തൊരു വാട്ടം. തഹസിൽദാർ വല്ലതും പറഞ്ഞു? എന്താ പറഞ്ഞ? തഹസിൽദാർ പറഞ്ഞു റിപ്പോർട്ട് അസലായിട്ടുണ്ട്, മോഹനേഷിനെ ഏൽപ്പിച്ചുകൊണ്ട് കാര്യം നടന്നു എന്നൊക്കെ. ഇനി തഹസിൽദാർക്ക് കളക്ടർ മുമ്പ് തല ഉയർത്തി നിൽക്കാമെന്ന്. അതൊരു നല്ല കാര്യമല്ലേ? അതിനാണോ മോഹൻ ഇങ്ങനെ വീർപ്പിച്ചു പിടിച്ചിരിക്കുന്നേ? സോറി. സോറിയോ? നിന്റെ പാത്രം പൊട്ടിച്ചേന്. രാവിലെ പാത്രം പൊട്ടിച്ചിട്ട് വൈകിട്ടാണോ സോറി പറയുന്നത്? അവന് നീ റിപ്പോർട്ട് കത്തിച്ചെന്ന് പറഞ്ഞപ്പോ പിന്നെ ദേഷ്യം വരില്ലേ? അതുകൊണ്ടാ രാവിലെ സോറി പറയായിരുന്നു. അതുകൊണ്ടല്ലല്ലോ, മോഹനേട്ടൻ പാത്രം പൊട്ടിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ റിപ്പോർട്ട് കത്തിച്ചു എന്ന് പറഞ്ഞത്. ആ പാത്രം പൊട്ടിയത് അബദ്ധത്തിലാണെന്നുള്ള കാര്യം ഞാൻ സമ്മതിച്ചു. അപ്പൊ മോഹനേട്ടൻ ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം തീരില്ലായിരുന്നു. അപ്പോ മോഹനേട്ടന്റെ ദുരഭിമാനം ഇങ്ങനെ തലപൊക്കി. പാത്രം പൊട്ടിയത് എന്റെ കുറ്റം കൊണ്ടാണെന്നും പറഞ്ഞു. അത്രയൊക്കെ ആയപ്പോ എനിക്ക് മോശം വരില്ലേ? ഒന്നുമല്ലെങ്കിലും മോഹനേട്ടൻ്റെ കൂടെയല്ലേ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഞാൻ കഴിയുന്നേ.
എന്നാലും ആ റിപ്പോർട്ട് കത്തിച്ചെന്ന് പറഞ്ഞത് കുറച്ച് അക്രമമായി പോയി. പറഞ്ഞല്ലേ ഉള്ളൂ, കത്തിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്റെ മോഹനേട്ടൻ ഉറക്കളിച്ച് കഷ്ടപ്പെട്ട് എഴുതിയുണ്ടാക്കിയ ഫയല് ഞാൻ കത്തിക്കുവോ? പാത്രം പൊട്ടിയപ്പോ എനിക്കുണ്ടായ വിഷമം മോഹനേട്ടൻ ചെറുതായിട്ടൊന്ന് അനുഭവിക്കട്ടെന്ന് കരുതി, അത്രേ ഉള്ളൂ. ഉത്തമൻ വന്നപ്പോ എന്നെ കുറ്റം പറഞ്ഞിട്ട് മോഹനേട്ടൻ സ്പീഡിലകത്തേക്ക് കയറിപ്പോയില്ലേ? അപ്പൊ ഞാൻ ഉത്തമനോട് പറഞ്ഞു, ഉത്തമനോട് നിൽക്കുക, ഞാനിപ്പോ വരാം. ഇതാണ് വില്ലേജ് ഓഫീസർ കൊട്ടിഘോഷിച്ച ആ ഫയൽ. ഉത്തമൻ പോകുന്ന വഴി വില്ലേജ് ഓഫീസിൽ കയറി ശിശുപാലൻ ചേട്ടനെയോ സ്വയംപ്രഭയോ ഇത് ഏൽപ്പിക്കണം. മോഹനേട്ടൻ ഇത് ഇവിടെ അന്വേഷിക്കുമ്പോ കത്തിച്ചു കളയെന്ന് ഞാൻ പറയും. ഒരു സാധനം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷമം വില്ലേജ് ഓഫീസറും കൂടി ഒന്ന് അറിയണമല്ലോ. അവസാനം ഇതിന്റെ പേരിൽ ഞാൻ കുഴപ്പത്തിലാവും. വേണ്ട വേണ്ട പിടി. ഒരു കുഴപ്പമുണ്ടാവില്ല. ഉത്തമൻ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി, ബാക്കി എല്ലാ കാര്യം ഞാൻ ഇട്ടു. അങ്ങനെ മോഹനേട്ടൻ വില്ലേജ് ഓഫീസിലെത്തുന്നതിന് മുന്നേ മോഹനേട്ടന്റെ ഫയൽ വില്ലേജ് ഓഫീസിലെത്തി. എങ്ങനെയുണ്ട് സത്യഭാമയുടെ ബുദ്ധി? നന്നായിട്ടുണ്ട്. എങ്കിൽ പിന്നെ അതിന്റെ പേരിൽ എനിക്കൊരു സമ്മാനം തന്നൂടെ? എന്ത് സമ്മാനം? എന്റെ ഈശ്വരാ, എന്റെ പൊട്ടിയ പാത്രം. പൊട്ടിയ പാത്രമല്ല, പൊട്ടിയ പാത്രം പോലെ വേറൊരു പാത്രം. മോഹനേട്ടാ, തഹസിൽദാർ റിപ്പോർട്ടിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞപ്പോ രാവിലെ കാണിച്ച മോശമായി പോയെന്ന് എനിക്ക് തോന്നി. നേരെ പോയത് വാങ്ങ്. അങ്ങനെയല്ല. നന്ദി. എന്നാലും എന്റെ മോഹനയുടെ സ്നേഹമുള്ളവന്. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അത്ര സാമർഥ്യം പോരാ. തെറ്റുപറ്റുന്നത് മാനുഷികവും തെറ്റു സമ്മതിക്കുന്നത് ദൈവീകവുമാണെന്നാണ് വിവരമുള്ളവർ പറഞ്ഞിട്ടുള്ളത്. സ്വയം വരുത്തിവെച്ച തെറ്റിന്റെ കുറ്റം സത്യഭാമയുടെ തലയിൽ ചാരി രക്ഷപ്പെടാനുള്ള മോഹനകൃഷ്ണന്റെ ശ്രമമാണ് ദയനീയമായി വടികുത്തി പിരിഞ്ഞത്. വൈകിയാണെങ്കിലും തെറ്റ് സമ്മതിക്കുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്ത വില്ലേജ് ഓഫീസറെ അഭിനന്ദിച്ച് ഇന്നത്തേക്ക് വിടാം.